വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണത്. ഈ മീൻ കണ്ടിട്ടുണ്ടോ? കണമ്പെന്ന് പറയും, തിരുത എന്നൊക്കെ പറയും. ഇത് നന്നായി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ കുറച്ച് മുട്ടയും പിന്നെ കരളോ അങ്ങനെ എന്തോ ഒരു സാധനം, കരളാണെന്ന് തോന്നുന്നു, അതെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഈക്വലായിട്ടുള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഈ കട്ട് ചെയ്തതും ഫിഷും കുടംപുളി ഒരു 4 ഇതളുകൾ അത് വെള്ളത്തിലിട്ട് നന്നായി വൃത്തിയാക്കി അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നല്ല മൺചട്ടി നമ്മളുടെ അടുപ്പിലേക്ക് വയ്ക്കുക. അതിൽ മൺചട്ടിയിലെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നമ്മളൊരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്തു. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലിയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ആ കടുകിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ആഡ് ചെയ്തു. അതിലേക്ക് 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തതും ആഡ് ചെയ്തു. അപ്പോൾ അത് സ്ലോ കുക്ക് ചെയ്തിട്ട് അത് പതുക്കെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 6 ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. ആ ചട്ടി മൺചട്ടിയാണ്, അത് ചൂടായി കഴിഞ്ഞുകൊണ്ട് സ്ലോ ഫ്ലെയിമിലിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. ഇത് നന്നായി മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങയുടെ 1-ാം പാല് മാറ്റി വെച്ചതിന് ശേഷമുള്ള 2-ാമത്തെ പാല് ആഡ് ചെയ്തു. ഇനി ഇത് നന്നായി തിളയ്ക്കാനായിട്ട് നമുക്ക് സ്റ്റൗ ഒരു ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം 4 ഇതളുകളായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളിയും പിന്നെ മീൻ കഷ്ണങ്ങളും ആഡ് ചെയ്തു. അപ്പോൾ മീൻ കഷ്ണത്തിൻ്റെ കൂടെ നേരത്തെ കണ്ട മുട്ടയും ഇതെല്ലാനും അതിനകത്ത് ആഡ് ചെയ്തു. അത് നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ചത് ലോ ഫ്ലെയിമിൽ തന്നെ തിളച്ചാൽ മതി. അത് നന്നായി തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്തു. 1-ാം പാൽ ആഡ് ചെയ്തിട്ട് നല്ല ഫ്രഷായിട്ടുള്ള വേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം എന്നുള്ളത് നമ്മൾ തീ ഓഫ് ചെയ്യും. അപ്പോൾ നമുക്കത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തിരുത നല്ല നെയ്യുള്ള മീനാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എപ്പോഴെങ്കിലും തിരുത കിട്ടുമെങ്കിൽ നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു.